വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ്, ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ് ട്യൂണിക്സ് ഹോൾ. അപ്പം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇതിന് മുമ്പേ കുറേ ട്യൂണിക് ഹോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടവരൊക്കെ എനിക്ക് സ്വയം തരണുണ്ടായിരുന്നില്ല, കമൻസ് പോയിട്ട് ഇപ്പം DMs വരെ എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ജീൻസിന് ആഗ്രഹമുണ്ട്, എന്നാൽ ടോപ്പ് ചെറുതാകുമ്പോൾ വീട്ടുകാർ തല്ലി ഓടിക്കും, അല്ലെങ്കിൽ അവരവർ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകില്ല എന്നുള്ള സീനാണെങ്കിൽ യെസ് ഗൈസ്, ഇനി നിങ്ങൾക്ക് റോൾ അടിക്കാൻ പറ്റിയതാണ്. ബിക്കോസ് ട്യൂണിക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാം ഞാൻ മേടിച്ചത് മീഷോ എന്നാണ്. അഫോർഡബിൾ ആണ്, നല്ല വില കുറവിന് അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ്, പ്ലസ് ക്വാളിറ്റിയും പൊളിയാണ്. അപ്പോൾ ആരും വൈക്കണ്ടാലോ, വേഗത്തിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മേഘയുടെ സ്കിൻ ഗ്ലോയിങ് ആണെന്ന് ഇങ്ങനെ പറയില്ല, ഞാൻ ബ്ലഷ് ചെയ്യൂല. നിങ്ങൾക്കും ഇനി നല്ല ഗ്ലോയിങ് സ്കിൻ നേടാം. അപ്പോൾ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടി എന്ത് വേണം? നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ അത് ഇമ്പ്രൂവ് ആവണം, സ്കിൻ നല്ല സ്മൂത്ത് ആവണം. പിമ്പിളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, യെസ്, അതിനൊക്കെ ക്ലിയർ ആക്കുമ്പോൾ നമുക്ക് തന്നെ ഗ്ലോയിങ് ആയ നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടണതാണ്. ഇൻഫാക്ട് സ്പോട്ട്സ് വരെ പോയാൽ പോലും ആ സ്കിന്നുമുള്ള റഫ്നെസ് ഉണ്ടാവും, ഇങ്ങനെ തരിതരിപ്പ് ഉണ്ടാവും, മനസ്സിലായ? അപ്പോൾ അതിനെ മാറ്റിയാൽ നമുക്ക് ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്കിൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഒരു പ്യോർ ഒറിജിൻ്റെ വൈറ്റമിൻ സി സിറം. ആൻഡ് ഇത് വെറും ഒരു സിറം നഹി, ഇതാണ് കൊറിയൻ വൈറ്റമിൻ സി ഫേസ് സിറം. ആൻഡ് കൊറിയൻ സ്കിൻ കെയർ നമുക്കറിയാം എത്ര പൊളിയാന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് നമ്മുടെ സ്കിൻ അത്യാവശ്യം ഇമ്പ്രൂവ് ആവുന്നത് ഗൈസ്. അവരുടെ ഒരു പ്രത്യേകതര ടെക്നോളജി ഉണ്ട്, ആൻഡ് ആ ഒരു ടെക്നോളജിയാണ് ഈ ഒരു സിറമിലുള്ളത് കേട്ടോ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, വെറും 2 ദിവസം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ നെട്ടിപ്പാറും. കാരണം ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാട്ടോ. അപ്പോൾ രാവിലെ യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ അല്ലെങ്കിൽ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിപ്പാ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. ബിക്കോസ് ഇതിനകത്തുള്ളതാണ് 20x ടൈം പ്യോർ ആയിട്ടുള്ള കൊറിയൻ വൈറ്റമിൻ സി. ആൻഡ് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പിലേക്ക് പോയിട്ട് ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഫേഡ് ചെയ്യും. വിതിൻ 3 days ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എവിടെ പോയടേ എന്നുള്ളൊരു അവസ്ഥയാവും. നമ്മുടെ സ്കിന്നുമുള്ള ബ്രൈറ്റ്നസ് ഇല്ല, അതിനെ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സിറം ഒരു ബ്രൈറ്റ് ബൂസ്റ്റിംഗ് സിറം കൂടെയാണ്. ആൻഡ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് യുസു ലെമൺ എസൻസ്. ഇങ്ങനെ യുസു ബൂസു എന്നൊക്കെ കേട്ടാൽ തന്നെ അറിയാലോ, കൊറിയൻ വേർഡ്. യെസ്, കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നുമുള്ള ഒരു ഹൈഡ്രേഷനെ നിലനിർത്തും, പ്ലസ് നമ്മുടെ സ്കിന്നെ വിതിൻ ആയിട്ട് ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആക്കും. അതുകൊണ്ട് ആ ഒരു ഡ്യൂയി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്ലോ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ തന്നെ സ്ഥിതിക്ക് ഇതിൻ്റെ ഫോർമുലയുടെ കാര്യം കട്ടപ്പോൾ വിചാരിക്കും നോ, ഇത് വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. ആൻഡ് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഫോർമുലയാണ്. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ദൂരേ ഉള്ളൂ ഗൈസ്, നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടാനായിട്ട് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം, COL2025 എന്ന് പറഞ്ഞിട്ടുള്ള. ഈ കോഡ് വെച്ച് എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ വേഗം തന്നെ മേടിക്കാം. ആൻഡ് ഇന്ന് പോലെ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാൻ നെട്ടാൻ റെഡി ആയി നിന്ന് നമുക്ക് ഹോൾ വീഡിയോയിലോട്ട് കിടക്കാം. എനിക്കറിയാം നിങ്ങൾ ട്യൂണിക്കിനെക്കാട്ടും കൂടുതൽ ചോദിക്കാൻ പോണ എൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ പോണേ ഈ ജീൻസ് ആയിരിക്കും കേട്ടോ. സോ യെസ്, ഇത് ഞാൻ ആക്ച്വലി മേടിച്ചത് മിന്ത്രയിലാണ്. ഇപ്പോഴും അവൈലബിൾ ആണ്, സ്റ്റോക്കിലുണ്ടെങ്കിൽ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ മിന്ത്രയിൽ ഇപ്പോൾ കോഡ്സ് എന്തായാലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കോഡായാലും അങ്ങനെ ഞാൻ കൊടുത്തേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി മേടിച്ചോ, ഹാപ്പി ആയിക്കോ. കാരണം ശരിക്കും പൊളി ജീൻസ് ഒന്നും പറയാനില്ല. ആ ഒരു ജീൻസാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുർത്തീസിൻ്റെ കൂടെ അല്ലെങ്കിൽ ടോപ്സിൻ്റെ കൂടെ മിക്ക സമയത്ത് പെയർ ചെയ്യാറ്. കാരണം ഡീസെൻറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ട്രെസ് പാറ്റേൺ ആണ് അതിനകത്ത്. ഭയങ്കരമായിട്ട് കീറപ്പാറയായിട്ട് എൻ്റെ വീട്ടുകാരെന്നെ തല്ലി ഒടിക്കണ സീനില്ല. അത് കാരണം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രെസ് ആണ്, നല്ല ഫങ്കി, നല്ല ഫാഷനബിൾ, നല്ല സ്റ്റൈലിഷ്, കൂൾ വൈബ് വരുന്നതാണ് ഗൈസ്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല എന്താ പറയുക, ലൂസി ബൂസി ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ലെങ്തി ആയിട്ടുള്ള ടോപ്സ് അല്ലെങ്കിൽ ട്യൂണിക്സ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ല ബാലൻസ് ഉണ്ടാവും. സോ ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഈ ഒരു നേവി ബ്ലൂ കളറിൻ്റെ ഈ ഒരു ട്യൂണിക്. അതിനകത്തുണ്ട് ഇങ്ങനെ ഫ്ലവർ പ്രിൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. മേ ബി ഇതിനകത്ത് വേറെ കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തിൽ തന്നെ ഫ്ലാറ്റ് ആയി ഗൈസ്. ഇത് ആക്ച്വലി ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഞാൻ സ്വയം ഇട്ടില്ലേ അപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇതൊരു ഫുഡ് ചാലഞ്ച് വീഡിയോയിൽ നമ്മുടെ ബ്ലോഗ് ചാനൽ നിങ്ങൾക്ക് അറിഞ്ഞിടയിൽ ഗൈസ് അവിടെ ചാടൂ, ഐ ഗെസ് വിയർഡ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഫോർ 24 hours ഫുഡ് ചാലഞ്ചിലാണ് ഞാൻ ഇതിട്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിനകത്ത് എനിക്ക് എന്തോരം കോംപ്ലിമെൻറ്റ്സാണ് കിട്ടിയത് ബിക്കോസ് ഓഫ് ദിസ് ടോപ്പ്. ആൻഡ് ഈ ടോപ്പ് ശരിക്കും പൊളിയാണ് ഗൈസ്. ഇടുമ്പോൾ തന്നെ നല്ല ഒരു ഫിറ്റിംഗ്, നല്ല ഒരു പേഴ്സണാലിറ്റി വരുന്നതാണ്. സോ എൽബോ ലെങ്ത് എന്ന് വെച്ചാൽ 3/4 ലെങ്താണ് ഇതിൻ്റെ. ആൻഡ് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ മെയിൻലി ഹൈലൈറ്റ്. അത് 2 പ്രാവശ്യം ആക്ച്വലി അതിന് ഇട്ടിട്ടുണ്ട്, വ്ളോഗ് അല്ലാണ്ട് തന്നെ 1 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ചുളുങ്ങിയൊക്കെ ഇരിക്കണം. ബട്ട് ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കഴുകിയിട്ട് ഇതിനകത്ത് അത്ര സീനായിട്ടില്ല, സംഭവം പൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കളറൊന്നും പോയിട്ടില്ല, ജസ്റ്റ് തേച്ചാൽ മതിയായിരുന്നു ഒന്ന്. അതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് ലാർജ് ആണ് ഗൈസ് മേടിച്ചത്. ബിക്കോസ് ലാർജിനകത്ത് 38 സൈസ് ഞാൻ മനഃപൂർവ്വം, കാരണം 36 ഇടാൻ മാത്രമുള്ള ബോഡി അല്ലേ ഇപ്പോൾ, ഹെൽത്തി ആയിട്ട് പൊണ്ണിയായിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ മെറ്റീരിയലാണ് റയോൺ.
പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ്, നല്ല കംഫർട്ടബിൾ ആൻഡ് ഗുഡ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ റേറ്റാണ് 304 റുപ്പീസ്. അപ്പോൾ ഈ 300 രൂപയ്ക്ക് നമ്മൾ കൂടുതൽ അഹങ്കരിക്കാൻ പാടില്ല. അതിൻ്റെ സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നല്ലതാണ്. 2 പ്രാവശ്യം കഴുകിയിട്ടും അത്രയും നരയ്ക്കൂല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കളർ പെട്ടെന്ന് നരയ്ക്കും, അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ. ടൈ സ്റ്റാർട്ട് ആവണ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ തന്നെ പിടിയിട്ടിട്ടുണ്ടാവും. സോ യെസ്, അപ്പോൾ വേഗം പോയി മേടിച്ചോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ നേരം പിടിക്കൂല. നെക്സ്റ്റ് വൺ അഗെയിൻ ഒരു പ്രിട്ടി എന്ന് വെച്ചാൽ വരാൻ പോണതൊക്കെ ഞാൻ ഈ പ്രിട്ടി തന്നെ പറയൂ കേട്ടോ. പക്ഷേ ഇത് നല്ല ക്യൂട്ടാ ഗൈസ്, ഒരു രക്ഷയില്ല. സാധാരണ ഞാൻ വൈറ്റ് കളറൊക്കെ അവോയ്ഡ് ചെയ്യൂട്ടോ, പക്ഷേ എനിക്ക് ഇതിൻ്റെ കളർ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റിനകത്ത് ഈ ഒരു ടീൽ ബ്ലൂ അങ്ങനത്തെ എന്ന് വെച്ചാൽ ഡബിൾ കളർ ഉണ്ട് കേട്ടോ ബ്ലൂവിൻ്റെ. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഷോർട്ട് കോളറായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ്, ഫ്രണ്ടിന് ഇങ്ങനെ വി ആയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ലൈറ്റ് ബലൂണി സ്ലീവാണ് കേട്ടോ. ആൻഡ് ഇതേ കണ്ട അതിനകത്ത് ഇങ്ങനെ അറ്റത്ത് ഇലാസ്റ്റിക് ആയിട്ടുള്ള സംഭവമുണ്ട്. ആൻഡ് ഇതിൻ്റെ ലെങ്ത്തും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളതാണ്. പെപ്ലം ടോപ്പ് ഉണ്ടാവില്ലേ, പെപ്ലം എന്ന് തന്നെയല്ലേ പറയാം. നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയി തോന്നുന്നു. ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ് ഗൈസ്, എന്താ പറയുക പെപ്ലം. നല്ലത് ആൻഡ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. സോ യെസ്, അപ്പോൾ ഇതിൻ്റെ ഞാൻ മേടിച്ച സൈസ് അഗൈൻ ലാർജ്, ആൻഡ് ലാർജിനകത്താണ് 38 സൈസ് കിടപ്പുണ്ടായിരുന്നത്. സോ കറക്റ്റായി. ആൻഡ് ഇതിൻ്റെ റേറ്റാണ് 342. ആൻഡ് ഇത് കുറേ പേര് മേടിച്ചിട്ടുണ്ട് ഗൈസ്. 4.4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. സോ വൈ നോട്ട് ഗെറ്റ് ദിസ് വൺ നൗ. ആൻഡ് ഇതിൻ്റെ കൂടി ഇല്ലേ, ഇതിനകത്തുള്ള ചേച്ചി ഇല്ലേ, ഒരു വൈറ്റ് കളറിൻ്റെ ലെഗിൻസിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി എന്ത് പൊളിയാന്ന്. സോറി, ലെഗിൻസ് അല്ല, വൈറ്റ് കളറിൻ്റെ ജീൻസ് ഡെനിമിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട്. അതും നല്ല രസം ആക്ച്വലി. ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണ്ടല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഗൈസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കളർ എന്ന് വെച്ചാൽ ഫുള്ളി ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയുക പീച്ച് ഷെയ്ഡ്. സോ ഇതിനകത്ത് ഇങ്ങനെ പീച്ച് അല്ലത് പീച്ച് തന്നെ. സോ വൈറ്റ് ആൻഡ് പീച്ചാണ് ഈ ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എനിക്ക് തോന്നിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഴിക്കാലും നരക്കണത് അറിയില്ല. ഡാർക്ക് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, അറ്റ് സം പോയിന്റ് അത് നരച്ചു തുടങ്ങും, അതിൻ്റെ നിറം നരച്ചു തുടങ്ങും. ഒന്നില്ലെങ്കിൽ കഴുകിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വെയിലത്തിട്ടായിരിക്കും. അപ്പോൾ മറിച്ചിട്ടൊക്കെ വെയിലത്തിട്ടുണ്ടെങ്കിൽ അത്ര സീനുണ്ടാവില്ല. നമുക്ക് അഡൾട്ടിങ് ടോക്സ്. സോ യെസ്, അപ്പോൾ ഇങ്ങനത്തെ സീനാണ്. ഇങ്ങനത്തെ കളേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ടോപ്പിൽ ഏകദേശം അതുപോലത്തെ തന്നെ പാറ്റേൺ ആണ്. പക്ഷേ എന്തൊക്കെ എവിടെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് ടു ബി ഓണസ്റ്റ്. അത് കുറച്ചും കൂടെ ഫ്ലോയി ആണ്, ഇത് കുറച്ചും കൂടെ എന്താ പറയുക, കണ്ട ഇതിനകത്ത് കൂടുതൽ ഇതില്ല, വീതിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ നടക്കാൻ പറ്റില്ല, ഇറുകി മുറുകും, അങ്ങനത്തെ ഒരു സീനും ഇല്ല കേട്ടോ. ആൻഡ് ഇതിനകത്തും ആ ഒരു കണ്ട ലൈറ്റ് ആയിട്ടുള്ള ഒരു ബലൂണി സ്ലീവാണ്, അറ്റത്തി ഒരു ഇലാസ്റ്റിക് സംഭവമുണ്ട്. റയോൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് സ്മോൾ ആണ്, ബിക്കോസ് സ്മോൾ സൈസിലാണ് 38 സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ കണ്ട നിങ്ങൾ കണ്ടപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടാണ് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ സൈസ് ചാർട്ട് റിഫർ ചെയ്യും ഗൈസ്. അതർവൈസ് റിഫർ ചെയ്യുമ്പോൾ ചില സമയത്ത് സൈസ് ചാർട്ട് കാണാതില്ല, അപ്പോൾ ഞാൻ റിസ്ക് എടുക്കൂല. മീഡിയം അല്ലെങ്കിൽ ലാർജ് അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കാറ്. ഇപ്പോൾ സൈസ് ചാർട്ടിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ സ്മോളിലേക്ക് പോയത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എൻ്റെ അവസ്ഥയിൽ ഞാനിപ്പോൾ സ്മോൾ സൈസിലേക്ക് പോകാൻ മാട്ടേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആൻഡ് ഇതിനകത്ത് വേറൊരു കളറും ഉണ്ട് ബൈ ദ വേ. ഓക്കെ സൈസ്, അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് 355. നമ്മുടെ ഫേവറേറ്റ് കളറാണ് ഗൈസ്, ഈ പർപ്പിൾ. സ്വന്തം കൊണ്ട വിഷമം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വളരെ ആശിച്ച് മേടിച്ചതായിരുന്നു കേട്ടോ. ആക്ച്വലി ചിക്കൻ കാരി വർക്കായിട്ടുള്ള ഒരു നെറ്റ് രീതിയിലായിട്ടുള്ള ഒരു ടോപ്സ് കുറേ ഇറങ്ങിയിട്ടില്ല, അതുപോലത്തെ ഷോർട്ട് കുർത്തിയാവുന്ന വിചാരിച്ചത്. പക്ഷേ ഇത് നോർമൽ ആയിട്ടുള്ള റയോൺ പ്ലസ് പോളിസ്റ്റർ, മനസ്സിലായ, പോളിസ്റ്റർ പ്ലസ് റയോൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലിനകത്ത് ഇവരിങ്ങനെ ത്രെഡ് വർക്കാണ് ചെയ്തേക്കണം. സംഭവം നല്ലതാണ്, പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ഫിറ്റിംഗ് അത്ര മനസ്സിലായെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ലെങ്ത്ത് ഇതിൻ്റെ കൂടുതൽ. അപ്പം ലെങ്ത്ത് അത്യാവശ്യം കൂടുതലായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഇഷ്ടപ്പെടാം കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഫിറ്റിങ്ങിനകത്ത് ഇത് കുറച്ച് ബോദർ ചെയ്യണുണ്ടായിരുന്നു, എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ ഗൈസ്, ലെറ്റ് മി നോ ഇതൊക്കെ. സോ യെസ്, അതർവൈസ് ലുക്ക് അറ്റ് ദ കളർ, ദിസ് ഇസ് സോ പ്രിറ്റി. എന്തൊരു കാമിങ് ആണല്ലേ. സോ യെസ്, അപ്പോൾ അങ്ങനത്തെയാണ്. ഇത് നോർമലായിട്ടുള്ളൊരു ഷോർട്ട് കുർത്തി ഉണ്ടാവില്ല, അത് തന്നെയാണ്. കാരണം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. ആൻഡ് ഇതിൽ 10,000 പേര് മേടിച്ചിട്ടുണ്ട് ഗൈസ്. 4+ സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റാണ് 294. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വിസ തട്ടിപ്പ് കേസാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യം അതിൻ്റെ ഫോട്ടോ കണ്ട് മേടിച്ച ഫോട്ടോ അല്ല ഇപ്പോൾ. ആദ്യത്തെ ആ ഫോട്ടോ പൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അതിൻ്റെ ഫോട്ടോ മാറ്റി. ആൻഡ് ഫോട്ടോ മാറ്റിയ പോലത്തെ സാധനം എനിക്ക് കയ്യിലും കിട്ടിയതിട്ടാ. സോ ഈ ഒരു ടോപ്പാണ് ഇതിനിങ്ങനെ വൈറ്റ് കളറിനകത്ത് കുറേ ഇങ്ങനെ പാറ്റേൺസ് ആയിട്ടുള്ള രീതിയിലായിട്ടുള്ളത്. ആൻഡ് ഇത് കമ്പാരിറ്റീവ്ലി ഞാൻ കാണിച്ചേക്കണതിൽ ഏറ്റവും ചെറിയ ലെങ്ത്ത് ഇതിൻ്റെയാണ് കേട്ടോ. പക്ഷേ ക്യൂട്ടാണ് കാണാൻ.
ആണ്. ഓവർലി ക്രോപ്ഡ് ഒന്നും അല്ല, ബെൽ സ്ലീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ സംഭവം കാണാൻ നല്ല രസമുണ്ടല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടുമ്പോഴും നല്ല കാമിങ് ആയിട്ടുള്ള നല്ല ഒരു മനസ്സിലായ അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ആയത്. ലുക്സ് വെരി ട്രോപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. ആൻഡ് ഇത് കുറേ പേര് മേടിച്ചിട്ടുണ്ട്, 3000 പേര് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മേടിക്കുമ്പോൾ 4.1 അത്രയും റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് 3.9 റേറ്റിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് ആണ് ഗൈസ് 354. ഇതൊരു അണ്ടർ 300 സംഭവമായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ആൻഡ് സമ്മർ സമയത്ത് ഇതൊരു അപ്രോപ്രിയേറ്റ് ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ നീഡ് എന്തെന്നാണ് ആലോചിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാണിച്ചേക്കണേൽ ഏറ്റവും വില കുറവാണ്. ആൻഡ് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്, വേറെ കളേഴ്സ്, പാറ്റേൺസ് അങ്ങനെ. ആൻഡ് ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ഒരു പിങ്ക് കളർ. അതിനകത്ത് ഇങ്ങനെ ബ്ലൂ കളറിൻ്റെ ഇങ്ങനെ ഫ്ലവർ ആയിട്ടുള്ളൊരു സംഭവം, ബ്ലൂ ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. സംഭവം നല്ല പൊളിയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കാണിച്ചേക്കുന്ന ടോപ്പിൻ്റെ കമ്പാരിറ്റീവ്ലി ഈ ക്ലോത്തും വളരെ എന്ന് വെച്ചാൽ സിമിലർ ആണ്, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടും ഇതിൻ്റെ റേറ്റ് കുറവാണ് ഗൈസ്. അത് ഞാൻ സസ്പെൻസിൽ വെച്ചേക്കാം, എൻ്റെ ഒരു കഴിവ്. ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ലൈനൊക്കെയാണ്. ആൻഡ് കയ്യുമേ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, അറ്റത്തും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഇതൊക്കെ നമ്മൾ എടുത്ത് പറയണം, കാരണം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നെട്ടും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പൊളിയാണ് കേട്ടോ, കംഫർട്ടബിൾ ആണ്, റയോൺ മെറ്റീരിയലാണ്, ഇട്ടപ്പോഴും പരമാനന്ദ സുഖം. ആൻഡ് ഇതിൻ്റെ ഞാൻ മേടിച്ച സൈസാണ് മീഡിയം, ബിക്കോസ് മീഡിയമിലാണ് 38 സൈസ് കിടപ്പുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആണ് ജസ്റ്റ് 206, 206 രൂപ ഗൈസ്. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ടോപ്പ് കിട്ടും. ലുക്ക്, എത്ര പ്രാവശ്യം ഇട്ടിട്ട് പണ്ടാറടക്കാൻ പറ്റുമെന്ന് അറിയാമോ? സോ യെസ്, ദിസ് ഇസ് പൊളി. വേഗം മേടിച്ചു. ഇതിനകത്ത് വേറെ കളറും പാറ്റേണും ഉണ്ട്, ഏതാ കിട്ടുന്നത് വെച്ചാൽ വേഗം മേടിച്ചു. ഈ ടോപ്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂടെടുക്കണ്ടായിരുന്നു തോന്നുന്നു, കാരണം അതുപോലത്തെ കളേഴ്സ് ഞാൻ എല്ലാം സെലക്ട് ചെയ്തേക്കണം. സമ്മർ അപ്രോപ്രിയേറ്റ്, പുഴുങ്ങൽ ചൂട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഈ ഒരു ബ്രൈറ്റ് യെല്ലോ കളറിൻ്റെ ഈ ഒരു ടോപ്പ് ഇട്ട. സാധാരണ യെല്ലോ കളർ ഞാൻ അങ്ങനെ മേടിച്ചാൽ തന്നെ എനിക്ക് മസ്റ്റേർഡ് യെല്ലോണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് മസ്റ്റേർഡ് അല്ല, സ്റ്റിൽ എനിക്ക് ഈ കളറിനോട് എന്തൊരു ആകർഷണം ഗൈസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റ്, ഒരു ഹാപ്പി കളറല്ലേ. ആൻഡ് സമ്മറിലൊക്കെ ഇതുപോലത്തെ കളേഴ്സൊക്കെ പൊളിയാണ്, നമുക്ക് ചൂടെടുക്കൂല, ഒരു മനസ്സിലായ ഒരു സഫോക്കേറ്റിംഗ് ഫീൽ ആവും, നല്ല ഫ്രഷ് ഫീൽ ആവും. നമ്മൾ അതിന് വേണ്ടി കുളിക്കണം, ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ. സോ യെസ്, അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം വേറെ കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ഒന്നും ഇഷ്ടപ്പെട്ടത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ യെല്ലോ കളർ അല്ല, ഇതുമ്പോൾ കുറേ ഇങ്ങനെ പാറ്റേൺസ് ഉണ്ട് കേട്ടോ. സോ യെസ്, അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ആൻഡ് വളരെ സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതും ഭയങ്കര റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. സോ യെസ്, ആൻഡ് കംഫർട്ടബിൾ ഫിറ്റിംഗ് ഒക്കെയാണ്. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. ആൻഡ് ഇത് 4XL വരെ സൈസ് ഉണ്ട്. ആക്ച്വലി ഇതിനകത്ത് വേറെ കുറേ ടോപ്സ് ഞാൻ കാണിച്ചില്ല ഗൈസ്, അതിനകത്തും അത്യാവശ്യം സൈസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ആൻഡ് അത് ബെസ്റ്റ് കാര്യമാണ്. ഇതിനകത്ത് വേറെ കളേഴ്സ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞോളൂ. ഇതിൻ്റെ റേറ്റ് ആണ് 223. യെസ്, അഫോർഡബിൾ ആണ്. ഇത് കുറേ 3000 കണക്കിന് ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. 4+ സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ഗോ ഫോർ ദിസ് ഗൈസ്, ഗോ ഫോർ ദിസ്. സോ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീട്ടിൽ കാണിച്ച എല്ലാ ട്യൂണിക്സിൻ്റെ കോഡല്ല, ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ബിക്കോസ് കുറേ പേർക്ക് കോഡ് അടിച്ചു കൊടുക്കാൻ പാടുണ്ടാവാറുണ്ട്, അതുകൊണ്ട് ലിങ്ക് ഇട്ടേക്കാം, ജീൻസിൻ്റെ ലിങ്കും ഇട്ടേക്കാം. സോ എല്ലാവരും പോയി മേടിക്കാം, റോൾ അടിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഏത് ഹോൾ വീഡിയോ ചെയ്യണം, ലെറ്റ് മി നോ ഇൻ ദ കമൻസ് അങ്ങോട്ട് പറഞ്ഞ് നടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം, വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അവിടെ അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സ് വരുന്നതാണ്. സോ യെസ്, അപ്പോൾ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാം സഖികൾ ഇതൊക്കെ ഇട്ട് റോൾ അടിക്കായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് ഐഷ. താങ്ക് യു സോ മച്ച് ഐഷ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഷെയർ ചെയ്യ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ആർ. ബൈ.